വയനാട്ടിൽ ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട അജീഷിൻ്റെ ഫാമിലി കർണാടക സർക്കാർ ഒരു 15 ലക്ഷം രൂപ പ്രഖ്യാപിച്ചിരുന്നു. അത് വേണ്ടെന്ന് വെച്ച്. കാരണം എന്താണെന്നറിയാം നിങ്ങൾക്ക്? അവിടുത്തെ പ്രതിപക്ഷമായിട്ടുള്ള BJP അതിനെതിരെ ഭയങ്കര പ്രശ്നം നടത്തി. ദൂർത്താണ്, അധിക ചെലവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അജീഷിൻ്റെ ഫാമിലി ഇങ്ങനെയുള്ള പൈസകൾ പിടിച്ചു വാങ്ങാനുള്ളതല്ല, അത് അറിഞ്ഞുകൊണ്ട് തരേണ്ടതാണ് എന്നും പറഞ്ഞുകൊണ്ട് അവർ ആ തുക വേണ്ടെന്ന് വെച്ച്. നിങ്ങൾ ആലോചിച്ച് നോക്കിയ അവസ്ഥ. ഇവരൊക്കെയാണ് ഭയങ്കരം ദേശസ്നേഹവും രാജ്യസ്നേഹമൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ദേശസ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ദേശത്തുള്ളവനെ അവനവൻ്റെ സഹോദരനായി കാണുന്നതാണ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതുതന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസവും. നിങ്ങൾ ആലോചിച്ച് നോക്കിയ എന്തൊരു അവസ്ഥയാണിത്. ഇവിടെ എന്ത് വേണമെങ്കിലും ഇപ്പം രാഷ്ട്രീയം നോക്കിയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഏതൊരു കാര്യത്തിലും രാഷ്ട്രീയം കലർത്തുക. രാഷ്ട്രീയം, നീ BJP, മാർക്സിസ്റ്റ്, കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കളികളാണ് മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ജാതി, മതം, ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു. എന്തായാലും ഞാൻ ആ വാർത്ത നിങ്ങൾക്ക് വെച്ചുതരാം. ബേലൂർ മഖ്നയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പടമല സ്വദേശി അജീഷിന്റെ കുടുംബം നഷ്ടപരിഹാര തുക നിരസിച്ചു. കർണാടക സർക്കാർ പ്രഖ്യാപിച്ച 15 ലക്ഷം രൂപയാണ് കുടുംബം വേണ്ടെന്ന് വെച്ചത്. നഷ്ടപരിഹാരം നൽകിയത് BJP കർണാടകയിൽ വിവാദമാക്കിയ സാഹചര്യത്തിലാണ് തീരുമാനം. BJPയുടേത് മനുഷ്യത്വരഹിത നടപടിയാണെന്ന് കുടുംബം ആരോപിച്ചു. അനീസ് വീണ്ടും. അനീസ്, എന്തുകൊണ്ടാണ് അവർ ഈ നഷ്ടപരിഹാരം നിരസിച്ചത്? അജൻസ്, ഈ മാസം 10-ാം തീയതിയാണ് വേലൂർ മഖ്നയുടെ ആക്രമണത്തിൽ പനച്ചിയിൽ അജി എന്ന് പറയുന്ന അജീഷ് കൊല്ലപ്പെടുന്നത്. അതിനെ തുടർന്ന് കർണാടക ഉടമസ്ഥയിലുള്ള ആന കൊലപ്പെടുത്തിയത് കൊണ്ട് കർണാടക സർക്കാർ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് 15 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിരുന്നു. രാഹുൽ ഗാന്ധി വീട് സന്ദർശിച്ചതിനെ തുടർന്ന് അദ്ദേഹം കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടാണ് ഈ നടപടികൾ വേഗത്തിലായത്. പക്ഷെ ഇത് പ്രഖ്യാപിച്ചത് മുതൽ അവിടുത്തെ മുഖ്യ പ്രതിപക്ഷമായ BJP വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ഇതൊരു വിവാദമാക്കുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കുടുംബം ഇങ്ങനെ പിടിച്ചു വാങ്ങേണ്ടതല്ല ഈ സംഖ്യ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങൾക്ക് ആ നഷ്ടപരിഹാര തുക വേണ്ട എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തങ്ങൾ ഇത് നിരസിക്കുകയാണ് എന്ന് ഔദ്യോഗികമായി കർണാടക സർക്കാരിനെ അറിയിക്കും എന്ന് ഇപ്പോൾ കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട്. കുടുംബം പറയുന്നത് രാഹുൽ ഗാന്ധി ഇത് ലഭ്യമാക്കാൻ ഇടപെട്ട രാഹുൽ ഗാന്ധി MPയോടും അതുപോലെ തന്നെ നഷ്ടപരിഹാര തുക പ്രഖ്യാപിച്ച കർണാടക സർക്കാരിനോടും നമുക്ക് നന്ദിയുണ്ട്. അതേസമയം ഇത് വിവാദമാക്കുന്ന BJP മനുഷ്യത്വരഹിതമായ നടപടിയാണ് സ്വീകരിക്കുന്നത്. കേട്ടാ, ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ഇപ്പോൾ ആലോചിച്ച് നോക്കിയ ഒരു സാധാരണക്കാരൻ ഇവിടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നായക്ക് കിട്ടുന്നത്ര പ്രാധാന്യം പോലും നമ്മുടെ നാട്ടിൽ കിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും വാസ്തവം. എന്താണ് നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ? എല്ലാ കാര്യത്തിലും രാഷ്ട്രീയം, മതം, ഇങ്ങനെയുള്ള സംഗതികൾ കുത്തിക്കയറ്റുക. സാധാരണക്കാരന് കിട്ടാനുള്ള അവകാശങ്ങൾ ഔദാര്യമല്ല. ഔദാര്യം എന്നാണ് ഇവിടുത്തെ പല ഉദ്യോഗസ്ഥന്മാരുടെയും പല രാഷ്ട്രീയക്കാരുടെയും ചിന്താഗതി. സാധാരണക്കാരന് അവർ കൊടുക്കുന്നത് ഔദാര്യവും യുവമാർക്കൊക്കെ കിട്ടുന്നത്, യുവമാരൊക്കെ സാധാരണക്കാരൻ്റെ നികുതി പണം കൊണ്ട് ആർത്തുല്ലസിച്ച് ആർമാദിച്ച് ജീവിതം ആഘോഷിക്കുന്നത് അവൻ്റെയൊക്കെ അവകാശം എന്നുള്ളതാണ് ഇവിടുത്തെ പലവന്മാരെയും ചിന്താഗതി. എന്നാൽ അങ്ങനെയല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. സാധാരണക്കാരന് കിട്ടുന്ന ഓരോന്നും അവന്മാർ കൊടുക്കുന്നത് ഓരോന്നിനും അവന്മാർ എണ്ണിയിട്ടാണ് പറയുന്നത്. എന്തിനാ പറയുന്നത്? അവന്മാർ കൊടുക്കുന്ന ഔദാര്യം എന്നുള്ള രീതിയിൽ. ഔദാര്യമല്ല, സാധാരണക്കാരന് കിട്ടുന്നത് അവൻ്റെ അവകാശം എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ബാക്കി എല്ലാ കാര്യത്തിനും ഇവന്മാർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കൂ. എന്നിട്ട് സാധാരണക്കാരൻ്റെ വിഷയം വരുന്നവർ അതിൻ്റെ ഇടയിൽ ഇടങ്കോലിട്ട് അണ്ണാക്കിൽ കയറ്റാൻ വേണ്ടിയിട്ട് ഓരോ ഉടായ്പും കൊണ്ടുവരും. നമ്മുടെ നാടിൻ്റെ പോക്കെങ്ങോട്ടാണ്? എല്ലാ കാര്യത്തിലും ജാതി, മതം, രാഷ്ട്രീയം എന്നിവയൊക്കെ നോക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നത്. ഇവന്മാരൊക്കെ കൂടിയിട്ട് ഭരിച്ച് മുടിച്ച് കുട്ടിച്ചോറാക്കി വെച്ച് എല്ലാവന്മാരും കണക്കാ. ഒരാളായിട്ട് എടുത്തു പറയാനൊന്നുമില്ല. എല്ലാവന്മാരും എല്ലാ കാര്യത്തിലും രാഷ്ട്രീയം കുത്തിക്കയറ്റുക, മതം കുത്തിക്കയറ്റുക, ജാതി കുത്തിക്കയറ്റുക, എന്നിട്ട് തമ്മിൽ അടിപ്പിക്കുക. എന്നിട്ട് യുവന്മാരതിൻ്റെ ഇടയിലൂടെ യുവന്മാർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കുക. ഇതാണിപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാനുള്ള കുറച്ച് ബുദ്ധിയെങ്കിലും യുവന്മാരുടെയൊക്കെ അണികൾ കാണിക്കുന്നുണ്ടെങ്കിൽ എന്തായിരുന്നു? എന്ത് കാണിച്ചു കഴിഞ്ഞാൽ അതിന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളുണ്ടാവും. അങ്ങനെ ആക്കിയെടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിൻ്റെ സത്യാവസ്ഥ. എന്ത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ആളുകളുണ്ടാവും. അതിനെന്തെങ്കിലും ഒരു കാരണവും കണ്ടെത്തുവർ. എന്തായാലും ഈ ഒരു കാര്യത്തിലൊക്കെ ഇടങ്കോലിട്ടിട്ട് അണ്ണാക്കിൽ കയറ്റിയവൻ എന്തായാലും സമ്മതിച്ചു കിട്ടുന്നു കേട്ടോ. സമ്മതിച്ചിന്. ഇങ്ങനെയുള്ളൊരു കാര്യത്തിൽ പോലും ഇടങ്കോലിടുന്ന ആളുകളാണ്.
ഇങ്ങനെയുള്ള കാര്യത്തിലല്ലോ ഒരുവിധ ആളുകളെല്ലാം ഒന്നിച്ച് നിൽക്കുക ചെയ്യുക. ഒരു കുടുംബത്തിന് സഹായം കൊടുക്കുന്ന കാര്യമല്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലാ ആളുകളും ഒന്നിച്ചിട്ട് നിൽക്കും. ഇതിൽ പോലും ഇടങ്കോലിടുന്ന യുവമാരെയൊക്കെ ഇനി എന്ത് പറയാൻ വേണ്ടിയിട്ടാണ്, എന്താ പറയേണ്ടത്? എന്തായാലും നിങ്ങൾ വിചാരിച്ച കാര്യം സാധിച്ചല്ലോ അല്ലേ? കൊടുക്കുക എന്ന് വിചാരിച്ച പൈസ അവർ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ച കാര്യം എന്തായാലും സാധിച്ചല്ലോ അല്ലേ? ഇനി നിങ്ങൾക്ക് സന്തോഷത്തോട് കൂടിയിട്ട് ഉറങ്ങാം. ഒരു സാധാരണക്കാരൻ്റെ കിട്ടാനുള്ള അവകാശം നിഷേധിച്ചപ്പോൾ, അത് ഇല്ലാണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സമാധാനമായല്ലോ. നിങ്ങളിനി സമാധാനത്തോട് കൂടിയിട്ട് ഉറങ്ങിക്കോ. ഇത്രയും ദിവസം ഉണ്ടാക്കിയ എല്ലാ പ്രശ്നങ്ങളും നിർത്തിവെച്ച് ഇനി സമാധാനത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഉറങ്ങാം.